അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ എല്ലാ മേഖലകളിലും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് പാരായണം ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഒരു അമാനുഷികമായ ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആൻ എല്ലാ വിഷയത്തിനും പരിഹാരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കൊണ്ട് ശിഫ കിട്ടാത്തവന് മറ്റൊന്നുകൊണ്ടും ശിഫ കിട്ടുകയില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ വിഷയത്തിനും അത് പരിഹാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഖുർആൻ എല്ലാ വിഷയങ്ങൾക്കും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒരു പരിഹാരമാണ്. ഒരുപാട് പല പല വിഷയങ്ങളുള്ളവർ, പല മുറാദുകളുള്ളവർ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന എല്ലാ വിഷയത്തിനും ഖുർആൻ ഒരു പരിഹാരമാണ്. ഖുർആൻ കൊണ്ട് ശിഫ കിട്ടാത്തവന് മറ്റൊന്നുകൊണ്ടും ശിഫ കിട്ടുകയില്ല. ആരെങ്കിലും ഈ 5 സൂറത്ത് മുൻനിർത്തി ഓതിയാൽ അവന്റെ കാര്യം അല്ലാഹു വിജയിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ ആരെങ്കിലും ഈ 5 സൂറത്ത് മുൻനിർത്തി ഓതിയാൽ അവന്റെ കാര്യം അല്ലാഹു വിജയിപ്പിച്ചു തരുന്നതാണ്. എന്താഗ്രഹം അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. കടമുള്ളവർക്ക് കടം അല്ലാഹു വീട്ടി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളവർ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഖുർആൻ സാധിപ്പിച്ചെടുക്കാൻ പറ്റുക എന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തരാം. ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത്, ഈ സൂറത്ത് കൊണ്ട് നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള മഹത്തായ 5 സൂറത്തുകളെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മഹത്തായ 5 സൂറത്തുകളാണ്. ഇത് പലർക്കും അറിയില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇത് നെഞ്ചിലേറ്റിയവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അപ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചിലേറ്റിയവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. സന്തോഷങ്ങൾ വേണ്ടിയുള്ളവർ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സന്തോഷങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. നൊമ്പരപ്പെടുന്നവരുടെ നൊമ്പരങ്ങൾ ഖുർആൻ കൊണ്ട് മാറ്റാൻ കഴിയുന്നതാണ്. ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനും എല്ലാം വിശുദ്ധ ഖുർആനിൽ എല്ലാ മുറാദുകളും ഹാസിലാക്കാനുള്ള മരുന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പക്ഷേ അത് നേടിയെടുക്കാൻ നമുക്ക് സമയമില്ല. അതാണ്, നമുക്ക് അതിനൊന്നും സമയമില്ല. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അത് നേടിയെടുക്കാൻ നമുക്ക് സമയമില്ല എന്ന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഖുർആൻ ഓതിയാൽ ഖുർആൻ ഓതുന്ന ഭവനത്തിൽ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ എന്നും രാവിലെ പ്രഭാതത്തിൽ പരിശുദ്ധ ഖുർആൻ ദിക്റുകളൊക്കെ ചൊല്ലി നോക്കൂ. അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നതാണ്. നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ ഖുർആൻ ആഖിറത്തിൽ വരും. എങ്ങനെ? എല്ലാ ദിവസവും ഓതിയവർക്ക് ഖുർആൻ ശുപാർശകനായി വരുന്നതാണ്. അപ്പൊ നാളെ ആഖിറത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ശുപാർശകനായി നമുക്ക് വരുന്നതാണ്. അല്ലേ? അപ്പൊ എല്ലാ മുഅ്മിനീങ്ങളും ഖുർആൻ ഓതണം. അല്ലേ? ഈ പറയുന്ന സൂറത്തുകൾ നിങ്ങൾ ആഗ്രഹ സൗകര്യത്തിന് പറ്റിയ സൂറത്തുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ നിങ്ങൾ ഖുർആനിൽ അകന്നു പോകരുത്. ഖുർആൻ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ നാളെ നിങ്ങൾ മഹ്ശറിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ശുപാർശകനായി വരുന്നതാണ്. നിന്റെ കലാമിനെ പരിഗണിച്ചവനാണ് നീ സ്വർഗ്ഗത്തിൽ ആക്കണേ എന്ന് ഖുർആൻ പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നാളെ മഹ്ശറിൽ നിൽക്കുമ്പോൾ ഖുർആൻ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, യവൻ ജീവിത കാലഘട്ടത്തിൽ നിന്റെ ഖുർആൻ വല്ലാതെ ഓതുന്നവനായിരുന്നു റബ്ബേ, റഹ്മാനായ റബ്ബേ, നീ അവനെ സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്. വല്ലപ്പോഴും റമദാൻ ഖുർആൻ ഓതാൻ പറ്റിയല്ല, മറിച്ച് ഒരായത്തെങ്കിലും ഒരു ദിവസം ഓതുക. അൽഹംദുലില്ലാഹ്. നമ്മളെ പ്രഭാത ദിക്റ് ചാനലിലൂടെ നമ്മുടെ പ്രഭാത ദിക്റുകൾ എല്ലാ ദിവസവും ചെല്ലുന്നുണ്ട്. ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ട്, ദിക്റുകൾ ചെല്ലുന്നുണ്ട്, സലാത്തുകൾ ചെല്ലുന്നുണ്ട്. അല്ലാഹുവേ, അതെല്ലാം നിലനിർത്താൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞാൻ ഈ പറയാൻ പോകുന്ന 5 സൂറത്തുകൾ ദിവസവും മുടങ്ങാതെ ഓതി വന്നാൽ നമുക്ക് കിട്ടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്
എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ നേട്ടങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ നമ്മൾ അത് പരിഗണിച്ച് ഖുർആൻ ഓതുകയും അല്ലാഹു നമ്മളിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ വീഡിയോകൾ നമ്മൾ കണ്ടാൽ എന്ത് വേണം? ഈ നേട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ആയത്തുകൾ, ഈ സൂറത്തുകൾ ഓതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെടുകയും അല്ലാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുകയും ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. ഖുർആനിന്റെ ഹൃദയമായ സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ 5 സൂറത്തുകൾ നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഓതാൻ പറ്റിയ 5 സൂറത്തുകൾ. ഖുർആനിന്റെ ഹൃദയമായ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്താൽ ആ മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്ന നേട്ടവും ആഖിറത്തിൽ കിട്ടുന്ന നേട്ടവും ചെറുതൊന്നുമല്ല, കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ എന്തിനു വേണ്ടിയാണ് ഓതിയത് ആ കാര്യം അല്ലാഹു അവൻ നിറവേറ്റി കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് യാസീനിലെ മുഅ്മിനീങ്ങളെ ഒരു ആവശ്യം മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ഇഖ്ലാസോടെ തഖ്വയോടെ പരിശുദ്ധ ഖുർആനിലെ യാസീൻ വലിയ തെറ്റുകളില്ലാതെ അത് നോക്കി നമ്മൾ ആവശ്യം എന്തിനാണോ നമ്മൾ മനസ്സിൽ കരുതിയത് എന്നിട്ട് സൂറത്ത് യാസീൻ ഓതിയാൽ ആ കാര്യം അല്ലാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സൂറത്ത് യാസീൻ എല്ലാ രാത്രിയിലും ഒരാൾ പാരായണം ചെയ്താൽ അവന്റെ സമയത്തെത്തിയപ്പോൾ അവൻ മരണപ്പെടുകയും ചെയ്തു എന്നാൽ അവൻ ശുഹദാക്കളുടെ പട്ടികയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറത്ത് യാസീൻ ഒരു മനുഷ്യരാണ് അല്ലേ? അവനൊരു സമയത്തി അവന്റെ സമയമാണ്. പക്ഷെ അന്ന് സൂറത്ത് യാസീൻ ഓതിക്കൊണ്ടാണ് കിടന്നതെങ്കിൽ അവൻ അങ്ങനെ മരണപ്പെട്ടു പോയാൽ അല്ലാഹു തആല ശുഹദാക്കളുടെ പട്ടികയിൽ അവനെ പെടുത്തുന്നതാണ്, കൂലി അല്ലാഹു കൊടുക്കുന്നതാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ നീ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. രണ്ടാമത്തെ സൂറത്തിന് പറയാൻ പോകുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടാൻ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് നമ്മൾ എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ഫത്ഹ് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മുറാദുകൾ ഹാസിലാക്കാൻ ഓതേണ്ടതാണ്. നബി തങ്ങൾക്ക് വല്ലാതെ ഓതാൻ ഇഷ്ടമുള്ള സൂറത്തായിരുന്നു എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പോലുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിജയം കൊടുത്ത മക്കം ഫത്ഹ് നബി തങ്ങളെ ആട്ടിപ്പായിച്ച മക്കയിലേക്ക് തന്നെ കിരീടവും ചെങ്കോലും കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുകയാണ്. നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ആ രാജ്യത്തിന്റെ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങൾക്ക് നൽകുകയാണ്. ആ വിഷയം പ്രതിപാദിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് അല്ലാഹുവിന്റെ റസൂൽ പാരായണം ചെയ്തിരുന്നത് മാത്രമല്ല നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ള സൂറത്താണ്. നബിയെ തങ്ങൾക്ക് വലിയ വിജയം നൽകിയില്ലയോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സൂറത്ത് ഇറക്കിക്കൊണ്ട് നബിയെ വല്ലാതെ അല്ലാഹു സന്തോഷിപ്പിച്ചു. ആ സൂറത്തിനെ പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സൂറത്തിനെ അഥവാ സൂറത്തുൽ ഫത്ഹിനെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യം നിർത്തി ഈ സൂറത്ത് ഓതിയാൽ ആ കാര്യം അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കും, നിറവേറ്റി കൊടുക്കും. ജോലിയില്ലാത്തവരാണെങ്കിൽ അങ്ങനെ, കച്ചവടത്തിൽ ബർക്കത്ത് നേടാനാണെങ്കിൽ അങ്ങനെ, കല്യാണം നടക്കണമെങ്കിൽ അങ്ങനെ, വീടില്ലാത്തവരാണെങ്കിൽ വീടുണ്ടാകാൻ അങ്ങനെ, മക്കളില്ലാത്തവർക്ക് മക്കൾ കിട്ടാൻ വേണ്ടി ഏതൊരു ആവശ്യം നിങ്ങൾ മുൻനിർത്തി ഓതുകയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നതാണ്. ഒരുപാട് ആഗ്രഹമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭവനങ്ങളില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, സമ്പത്തുകൾ പോയവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ആവശ്യങ്ങൾ മുൻനിർത്തി സൂറത്തുൽ ഫത്ഹ് ഓതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. സൂറത്തുൽ ഫത്ഹ് മുൻനിർത്തി ഓതിയാൽ ആവശ്യങ്ങൾ നടന്നിരിക്കും. ഒരാവശ്യം മുൻനിർത്തി സൂറത്തുൽ ഫത്ഹ്
21 പ്രാവശ്യം പാരായണം ചെയ്താൽ 3 ദിവസം കൊണ്ടല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് പാരായണം ചെയ്താൽ അവന്റെ ആഗ്രഹം എന്താണെങ്കിലും അത് പൂർത്തീകരിച്ച് കിട്ടുന്നതാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ നമ്മൾ പാരായണം ചെയ്യണം. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കടബാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം. ഈ സൂറത്ത് പാരായണം ചെയ്താൽ അല്ലാഹു കടബാധ്യത കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ വാഖിഅ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം പോലും സൂറത്തുൽ വാഖിഅ ഓതാത്ത ദിവസങ്ങളില്ല. അഥവാ നിമിത്തങ്ങളിൽ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതിയിരുന്നു. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ദാരിദ്ര്യത്തെ സമ്പത്തില്ലാത്ത വിഷയവും ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂറത്തുൽ വാഖിഅ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തനബിതങ്ങൾ പഠിപ്പിച്ചു തന്ന സൂറത്താണ് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ നിരന്തരം പാരായണം ചെയ്താൽ അവന് ഇഷ്ടമില്ലാത്തതൊന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ദാരിദ്ര്യം വരില്ല, സിഹ്ർ വരില്ല, അക്രമികളുടെ അക്രമത്തിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. കണ്ണേറുകളിൽ നിന്നും മരണക്കാട് മരണത്തിൽ നിന്നും കൂടത്തുറക്കാട് കൂടത്തുറക്കിൽ നിന്നെല്ലാം ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തതെല്ലാം ഉണ്ടോ, അതൊന്നും വരില്ല എന്ന് കളവ് പറയാത്ത നേതാവ് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്ര മഹത്വമുള്ള സൂറത്തുകളെയാണ് ഞാൻ പ്രതിപാദിച്ചത്. പഠിച്ചവരെ, ഈ സൂറത്തുകളെല്ലാം ഓതാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നിന്റെ ഖുർആനിനെ നെഞ്ചിലേറ്റുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولمشاعرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا برحمتك كما ربنا صغارا. أرحم الراحمين يا الله. പ്രപഞ്ചസത്താവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥിലതവാമിൽ നിന്ന് മരണപ്പെട്ടുപോട് ഖബറിലെത്തിച്ചവരുടെ ഖബറിനെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുള്ളവരുടെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പല രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ്, നീ ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും ഭവനങ്ങളില്ലാത്തവരാണ്, ഭവനം നൽകണേ അല്ലാഹ്. എത്രയോ മക്കളവരുടെ വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളിലാണ്, ശാരീരികളായ നീ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും പടച്ചവരെ ഹോസ്പിറ്റലുകളാണ്, അവിടെ രോഗങ്ങൾ ശിവയായി പെട്ടെന്ന് വീട്ടിൽ വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ദാരിദ്ര്യം കൊണ്ട് വലിയവരെത്രയോ പേരുടെ സമ്പത്തിന്റെ വഴികളിൽ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാഹ്. നീ ഞങ്ങളെ കടക്കാറായി പരിമരിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ വീടാനുള്ള വഴികൾ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്ത എത്രയോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. നീ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. റഹ്മാനായ റബ്ബേ, സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യങ്ങൾ നീ അവർക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ, ഞങ്ങളുമായി ബന്ധമുള്ളവർ, ഞങ്ങളുമായി പരിചയമുള്ളവർ അല്ലാഹുവേ, അങ്ങനെ ഞങ്ങൾ ധാരാളമുണ്ട് റബ്ബേ. അവരുടെ മക്കളും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ പലരും വിദേശ രാജ്യങ്ങളിലാണ് റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാഹ്. ഒരുപാട് വ്യാപാരികൾ, കച്ചവടക്കാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്ക് സകല ഖൈറുകളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. ഈ
ഈ ഭൂമിയിൽ നിന്നെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ റബ്ബേ. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട റജബ് 27 റബ്ബേ. ആ റജബ് 27 നോമ്പ് പിടിച്ചുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് ചെയ്യുന്ന ദുആ നീ തട്ടിക്കളയല്ലേ റബ്ബേ. ഞങ്ങൾ ഓതുന്ന ഖുർആൻ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ മഹത്തായ ആയത്തുകളും സൂറത്തുകളെല്ലാം ഈ ദിവസം റജബ് 27 ഓതുമ്പോൾ ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ധാരാളം പുണ്യങ്ങൾ നൽകണേ അല്ലാഹ്. രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.